ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചക്ക കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്നാക്ക് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പഴുത്ത ചക്കയാണ്. ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് പീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഈ സമയത്ത് ഒരു ലേശം പഞ്ചസാരയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ പഞ്ചസാര ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ശേഷം പാനി കാച്ചി ചേർത്താൽ മതി. നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ച ചക്ക ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും ചേർക്കാം. നമുക്ക് ആദ്യം കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറേശ്ശെ പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് ലേശം ചുക്ക് പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറേശ്ശെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് പൊടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോ നമ്മള് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ഇലയൊക്കെ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇതിലേക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം. നമുക്കിനി ഇത് നമ്മുടെ സ്റ്റീമറിലേക്ക് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ചക്ക കൊണ്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സ്നാക്ക് ഞാൻ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ആവി കയറി വരട്ടെ. ഇപ്പൊ നമ്മുടെ അടയെല്ലാം നന്നായിട്ടൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിതെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അട ഇവിടെ നല്ല അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ചക്ക കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.